ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീലക്ഷ്മി വ്ലോഗ്സ്. മൈ നെയിം ഈസ് ശ്രീലക്ഷ്മി. അപ്പോൾ വിളക്ക് വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഫിംഗർ ചിപ്സ് ഉണ്ടാക്കാമെന്ന് തോന്നിയത്. അങ്ങനെ 2 പൊട്ടറ്റോ എടുത്തിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊട്ടറ്റോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്യുക. കൈ മുറിയാതെ സൂക്ഷിക്കണേ. ഇനി എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ ഇച്ചിരി വെള്ളം തിളപ്പിക്കുക. ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് അത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുണ്ടാക്കിയ ഫിംഗർ ചിപ്സിന് വേണ്ടി ഉണ്ടാക്കിയ പൊട്ടറ്റോ ഓരോന്നായിട്ട് അതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ദെൻ വീണ്ടും ബോയിൽ ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ബോയിൽ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ബോയിൽ ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ വെള്ളം പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് കുറേ നേരം വെക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അടപ്പിട്ട് അടച്ച് വയ്ക്കാൻ. സത്യത്തിൽ അടപ്പിട്ട് അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അടപ്പിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒട്ടും ഇടല്ല കേട്ടോ. അപ്പം തന്നെ അത് പുറത്തേക്ക് വീഴും. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അവിടെ വീണ് തുടച്ചത് അതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്ത് വെച്ചേക്കാം. ഇനി ആ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. എന്നിട്ട് വെള്ളം പരമാവധി പോകണം. അതുകൊണ്ട് തന്നെ നിരത്തി വയ്ക്കാം. ഇനി നമ്മളെന്താ ചെയ്യുക, ഇനി നേരെ ഒരു ഇരുമ്പേട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുന്ന സാധനമില്ലേ, ഒരു തവി, അതെടുത്ത് വയ്ക്കാം. നമ്മുടെ ഉണ്ടാക്കിയ ഫിംഗർ ചിപ്സ് ഓരോന്നായിട്ട് അതിനിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് വയ്ക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ ലേശം കളർ മാറിപ്പോയി വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ എടുക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് കഴിച്ച് നോക്കാം. അപ്പോൾ അതാ ഒരു പാത്രം ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്, എല്ലാവർക്കും കൊടുക്കുന്നത്. വീഡിയോ എടുക്കാൻ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ടേസ്റ്റിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കഴിച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മസാലയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്. ഇങ്ങനെ കഴിക്കുന്ന അടിപൊളിയാണ് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഓർത്തത് വീട്ടിൽ കെച്ചപ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിട്ട് ഞാൻ കുറച്ച് കഴിച്ചു. കെച്ചപ്പ് അതോടെ തീർന്ന് കിട്ടി, ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പം ബായ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.